അമലേ, എനിക്കിപ്പോൾ ശരിക്കും നിങ്ങളോട് മതിപ്പ് തോന്നുക. നിങ്ങളെപ്പോലെ ലൈഫ് മനസ്സിലാക്കിയവർ ഞങ്ങളുടെ തലമുറയിലില്ല പിള്ളേരെ. സത്യം പറഞ്ഞാൽ എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി തന്നത് തന്നെ നിങ്ങളാണ്. എടാ, ഈ കളി നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെ? ആ പെണ്ണ് റിയലാണെന്നാ മാഷ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കുള്ള കാര്യം തുറന്നു പറയാം. ഇതിപ്പോ എങ്ങനെ പറയുന്ന? എങ്ങനെയായാലും വേണ്ടില്ല. ഈ പാവം രാജകുമാരൻ കളിക്കുന്ന ഞാനില്ല, ഒന്നുമില്ലൊരു മാഷല്ലടാ. ആ മെസ്സേജ് അയച്ചതും പുള്ളിയെ വട്ടാക്കിയതൊക്കെ നമ്മളാണ്. നമുക്ക് തുറന്നു പറയാം. വാ മാഷേ. മാഷേ, ഞങ്ങൾക്ക് മാഷിനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനാണ്. അല്ല, പണ്ട് പി ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളൊക്കെ കൂട്ടിച്ചേർത്ത് സാലഭഞ്ചിക എന്നൊരു ഡാൻസ് പ്രോഗ്രാം പ്രിയ ചെയ്യുന്നത് കണ്ടിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയത്. അതൊരു അബദ്ധമായി പോയിന്ന് മനസ്സിലായപ്പോഴേക്കും കുടുംബമായി, കുട്ടികളായി. ഫേറ്റ്. പക്ഷേ ഏതൊരാണും അയാളുടെ പെണ്ണിനെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടുമുട്ടെന്ന് പറയാറില്ലേ? എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അതിന് കാരണക്കാരായത് നിങ്ങളാ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. FBയിൽ വന്നൊരു മെസ്സേജിൽ നിന്നായിരുന്നു തുടക്കം. ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്കാണ് അയച്ചത്. പിന്നെ മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. മാഷേ, ഞങ്ങൾ ഞാനൊന്നും മുഴുവനാക്കട്ടോ. ചിന്തയിലും അഭിരുചിയിലുമൊക്കെ ഒരുപാട് സാമ്യമുള്ളൊരു പെൺകുട്ടി. എന്തുകൊണ്ട് മുമ്പ് കണ്ടുമുട്ടിയില്ല എന്നൊക്കെ തോന്നില്ലേ? അങ്ങനെ ഒരാൾ. ഞാനിതിനു മുമ്പ് അവളെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് അവളെ ഇൻ ആൻഡ് ഔട്ട് അറിയാം. ഇതാണ് നീന കുരുവിള. ഇനി പറ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സ്വഭാവത്തിലും രൂപത്തിലും അച്ഛൻ വേറൊരാളാവുമായിരുന്നു. അച്ഛൻ മാത്രമല്ല, ഞാനും. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടോളൂ കേട്ടോ. ഞാനീ തുണി തീർച്ചയായിട്ടും വീട്ടിൽ പോകട്ടാ. ആയിക്കോട്ടെ. കാര്യം ഭർത്താവാണെങ്കിലും ഒരാളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ചീപ്പായ പരിപാടിയാണ് അല്ലേ? സഹിക്കാവുന്നിടത്തോളം ഞാൻ സഹിച്ചു. ഇതും കൂടി സഹിക്കാൻ എനിക്ക് വയ്യ. നാളെ അവകാശം പറഞ്ഞ് ഏതൊക്കെ പെണ്ണുങ്ങൾ വീട്ടിൽ കയറി വരുമെന്ന് ആര് കണ്ടു? പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും എത്ര കാലം ഞാൻ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കും? എനിക്ക് ശരിക്കും മടുത്തു. പ്രിയയുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. ഒരു ഫോൺ പോലും ഉപയോഗിക്കാതിരുന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോ നാച്ചുറലി ഒരു ഡൗട്ട് തോന്നില്ലേ? പ്രിയ പറയുന്നതൊക്കെ സ്വന്തം ഭർത്താവിനെ കുറിച്ചാ. അതെനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ. പക്ഷെ നിങ്ങളോടല്ലാതെ മറ്റാരോടാ ഞാനിതൊക്കെ ഷെയർ ചെയ്യുന്നത്? ആ മെസ്സേജസ് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്കും ഉറപ്പാ തോന്നിയത്. ആഫ്റ്റർ ഓൾ അയാളൊരു അധ്യാപകനല്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ അച്ഛനല്ലേ. ഇങ്ങനെയുള്ള ബന്ധങ്ങളാ പലരുടെയും ജീവിതം ഇല്ലാതാക്കുന്നത്. ഐ കാന്റ് സ്റ്റാൻഡ് വിത്ത് ദിസ്. ഇതൊക്കെ മദ്യപാനത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് പ്രിയ. സ്വബോധമില്ലാത്ത അവസ്ഥയിൽ മാഷിന് തോന്നുന്ന ചില ഫാന്റസീസ് ആണ് ഇതൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ. പൂമലയിലൊരു ജോൺസൺ മാഷുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാ. ആ കാലത്തെ പേര് കേട്ടൊരു കുടിയനായിരുന്നു. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി
പുനർജനി എന്ന പേരിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ നടത്തുക. നമുക്ക് മാഷ് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയാലോ? ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ ഇല്ല ഡോക്ടർ. ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ പ്രാക്ടിക്കലാക്കുക വേണ്ടു. അല്ല മാഷെ, ഈ വെർച്വൽ വേൾഡ് നമ്മൾ കാണുന്നൊന്നും റിയൽ ആവണമെന്നില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, മാഷ് കാണിച്ച ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഫേക്ക് അല്ലെന്ന് ആര് കണ്ടു? അതെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അൻവറിന്റെ ഫോണിൽ നിന്ന് ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് മാഷിന് മെസ്സേജ് അയക്കാം. ഞങ്ങളാണ് ആ മെസ്സേജ് അയച്ചെന്ന് മാഷ് എങ്ങനെ മനസ്സിലാവും? എന്റെ ജില്ല 10-20 കൊല്ലമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനല്ലേ ഞാൻ. ഈ കുരുത്തം കെട്ടത് നിങ്ങളൊക്കെ എത്ര എണ്ണത്തിലാ കാണുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം സമയം വേണം. എനിക്ക് ആദ്യമായിട്ടൊരു പെണ്ണിന്റെ മെസ്സേജ് വന്നപ്പോ ഒന്ന് പതറിയെന്നുള്ളത് സത്യ. പക്ഷെ ഞാൻ അന്ന് അതിന് റിപ്ലൈ ചെയ്യാതിരുന്നത് ആ മെസ്സേജിന്റെ ഭാഷയ്ക്ക് ഒരു പെണ്ണിന്റെ മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ. അത് നിങ്ങളുടെ ആരുടെ കുരുത്തക്കേടാന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചോദിച്ചില്ല എന്ന് മാത്രം. പക്ഷെ ഇതങ്ങനെയല്ല. ഇവളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഇവളുടെ ഓരോ വാക്കിലുമുണ്ട് ഒരു പെൺമനസ്സിന്റെ പിടപ്പ്. ഓരോ അക്ഷരത്തിലുണ്ട് ഒരു പെണ്ണിന്റെ ചൂട്. ഇന്ന് അവൾ അയച്ച മെസ്സേജിന് മറുപടിയായിട്ട് ഐ ലവ് യു എന്ന് തിരിച്ചയച്ചപ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുന്ന ശബ്ദം എനിക്ക് തന്നെ കേൾക്കായിരുന്നു. ഭാസ്കര മാസ്റ്റർ ഒരു പാട്ടുണ്ട്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. കിളിവാതിലിന് പകരം ലാപ്ടോപ്പിന്റെ സ്ക്രീനാണെന്നുള്ള വ്യത്യാസമുള്ളൂ അല്ലേ മാഷേ? തീർന്നോ? ഐ വാണ്ട് മോർ. എനിക്കിത് കുറച്ചുകൂടി കുടിക്കണം. മാഷേ, ഇന്ന് 1-ാം തീയതിയാ. മാഷെ മതി മാഷെ, ഓവറാക്കണ്ട. മാഷ് ഇപ്പൊ വീട്ടിൽ പോ, ബാക്കി നമുക്ക് നാളെ കൂടാം. കുടിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ സംഘടിപ്പിക്കും. വേണമെന്നുള്ളവർക്ക് എന്റെ കൂടെ വരാം. നീ വരുന്നോ? ബാ. വേണ്ട മാഷേ, ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലി. വീട്ടിൽ പോകണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്താ? കൈയെടുക്കടാ. ഹലോ, ആരുല്ലേ? പ്ലീസ് ഒരെണ്ണം കിട്ടുമോ? കാല് പിടിക്കാം. 1-ാം തീയതി സാധനം തപ്പി വന്നതാവില്ലേ? എന്റെ ശശി, എത്ര കുട്ടികളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു. ഒരുത്തം പോലും ഒരു ബാറിന്റെ സെക്യൂരിറ്റി ആയില്ലല്ലോ എന്ന് നമ്മളായിട്ടല്ലോ കമ്പനി, ന്യൂ ജനറേഷൻ വിടക്കളായിട്ടല്ലേ? ഏയ്, ചാരായം നിരോധനേഷം ഇന്ന് ഏറ്റവും ബെസ്റ്റ് സാധനം ഞാൻ കഴിച്ചു. ഫ്രൂട്ട്സ് കിട്ടു വായിട്ടിട്ട് റോസാപ്പൂവിന്റെ ഗന്ധം. എന്താ എവിടെ സാധനം കിட்ட തന്നേക്കില്ല, അവിടെ പോയിട്ട് കഴിക്കണം. മാസ്ക് വേണം. അല്ല, എനിക്ക് മാസ്ക് വേണ. ഫ്രൂട്ട്സ് ഇട്ടാണെങ്കിൽ കുഴപ്പമില്ല, ലിവറിന് നല്ലതാ. മാഷേ മുതലൂരിന്റെ എന്നാ സാധനം എടുത്തോ. എവിടെ സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് എവിടെ? പക്ഷെ ചെറിയ പ്രശ്നം. എന്താടാ? ആന്റിയുടെ അടുത്തേ തൊഴിൽ രഹിതകളായിട്ടുള്ള 2 പെൺകുട്ടികളുണ്ട്. പാവങ്ങളാ. മാഷ അതുകൂടെ സമ്മതിക്കുകയാണെങ്കിൽ സന്തോഷമായി ആന്റി പറഞ്ഞേ. എന്ന് വെച്ചാ തന്നെ മാഷേ, ഞാൻ പറഞ്ഞേക്ക്, എനിക്കതിന് താല്പര്യമില്ല. മാഷെ ഞാൻ പറഞ്ഞേക്ക്, ശരിയാവില്ല. ആ പെൺകുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരില്ല. നമുക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്ത് അവരും കൂടെ. അതല്ലേ ശരിയാവില്ല. അതൊക്കെ ശരിയാവും. ഇവിടെ വന്നിട്ട് തുള്ളി ടച്ച് ചെയ്യേണ്ട എങ്ങനെ പോവാ? പക്ഷെ ചുണ്ടത്ത് മുട്ടിയ കള്ളും ചാരത്ത് മുട്ടിയ പെണ്ണും തള്ളിക്കളയരുതെന്നാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് പറയുന്ന കാശ് കൊടുക്കും. അവിടെ ചെല്ലും, സാധനം മേടിക്കും, ഒറ്റ വലിയ ഇങ്ങോട്ട് പോരും. പിന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ ഞാൻ സ്കൂൾ മാസ്റ്ററാന്നുള്ളത് അവിടെ പറയരുത്. തഹസീൽദാരാന്നാ ഞാൻ പറഞ്ഞത്. ആന്റി, വെള്ളം ചേർക്കാത്ത നല്ലിളം കള്ള് ചില്ലിൻ വെള്ള ഗ്ലാസിൽ ചെലുത്തി മത്സ്യമാംസാദികളോടൊത്തുമേളിപ്പതിനേക്കാൾ സ്വർലോകത്തിൽ ലഭിക്കില്ലുപരി ഒരു സുഖം പോക വേദാന്തമേ നീ. കേട്ടിട്ടുണ്ടോ? ശശിയേ, നിന്റെ മാഷത മനുഷ്യരെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടാ. മാഷല്ല, പറഞ്ഞു തഹസീൽദാർ ആരായാലും വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അന്നതാ ഇത് പിടിച്ചോ. അങ്ങനെ നമ്മുടെ ഞാൻ സ്വർഗത്തിൽ അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്ക് അവധി കൊടു.
പോലീസ്. സത്യനാഥൻ മാസ്റ്റർ വീടല്ലേ? അതെ. എൻ്റെ പേര് പോൾ വർഗീസ്. മാസ്റ്റർ ഒരു പഴയ സ്റ്റുഡൻ്റാ. ഇറക്കടോ. അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്ക് കള്ളവാറ്റും വ്യഭിചാരം നടക്കുന്ന രഹസ്യവിവരം കിട്ടിയിട്ട് ഒരു സ്ഥലത്ത് റെയ്ഡിന് പോയതാ. ഇത് രണ്ടും നടക്കുന്ന ഒരു നൊട്ടോറിയസ് വീട്ടിൽ നിന്ന് മാഷിനെ കിട്ടിയത്. നാളെ പത്രത്തിൽ ചിലപ്പോ വ്യഭിചാര കുറ്റത്തിന് അധ്യാപകൻ അറസ്റ്റിൽ എന്നൊരു വാർത്ത വന്നാലോ? ഇനിയും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മാഷ ഈ വൃത്തിയോട് ആവർത്തിക്കും. എനിക്കെപ്പോഴും നിങ്ങളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. ബോധം വരുമ്പോ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാഷേ. മാഷേ, താങ്ക് യു ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് സത്യേട്ടാ, 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 എഴുന്നേക്ക്, എഴുന്നേക്ക്. അങ്ങോട്ടല്ല, അകത്തേക്ക് നടക്ക്. അങ്ങനെ നമ്മുടെ ദുഃഖങ്ങൾക്ക് അവധി സ്വർഗത്തിൽ. ഉച്ചയായിട്ടും തല പൊങ്ങളില്ലല്ലേ? ഇതുപോലത്തെ ആണുങ്ങളെ കൊച്ചിന് വിളിക്കണ്ടേ ചാരായ കോഴി എന്നാണ്. ഓ, എന്നെ നോക്കി പഠിപ്പിക്കാതിരാണ്. ദേ കെട്ടിറങ്ങാനുള്ള സാധനമേ ഇതേലും മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. സംശയിക്കണ്ട, ഈ വീടിന്റെ പല ഭാഗത്താട്ടെ മാഷ് ഒളിപ്പിച്ചു വെച്ച കുപ്പികളാണിത്. രാവിലെ പോലെ തിരഞ്ഞെറിഞ്ഞ് എന്റെ നടുവടിഞ്ഞ് തനി എഴുന്നേക്കാൻ പറ്റില്ലെങ്കിൽ തൊണ്ടമ്മ സഹായിക്കണം. എന്റെ കർത്താവേ, എന്ത് നാറ്റമാണിത്. മാഷേ, ഈ കോലത്ത് പുറത്താട്ടിറങ്ങിയാലേ മാലിന്യാണെന്ന് വിചാരിച്ചേ കോർപ്പറേഷൻകാർ കോരിക്കൊണ്ട് പോകും. പ്രിയ എപ്പോഴാ ബാങ്കിൽ പോയത്? രാവിലെ പോയി, അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നു. വന്നോ? ദേ ആ വായന്ന് കഴിയച്ചും പോടേ. ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തില് സത്യത്തിലൂടെ സംഭവിച്ചെന്താണെന്നറിയാമോ? വേണ്ട, ഫോർമലായ ഒരു സോറി പറച്ചിലും അഡ്ജസ്റ്റ്മെന്റും ഇനി നമുക്കിടയിൽ വേണ്ട. നിങ്ങൾക്കിനി എവിടെയും പോവാം, എങ്ങനെ വേണേലും ജീവിക്കാം. ഞാനും എന്റെ മോനും ഒരു തടസ്സം ആവില്ല. മനസ്സിലായില്ല. ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾ ഒപ്പിടേണ്ട സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. പറ്റിയാൽ ഇന്ന് തന്നെ വക്കീലിനെ ഏൽപ്പിക്കാം. എന്താ? ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ. തൊട്ടുപോവർ തന്നെ. കുടിയനും വ്യഭിചാരിയുമായ ഒരാളോടൊപ്പം കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. എന്താ പറഞ്ഞത്? നീ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന്? നട്ടപ്പാതിരാക്കി ചാരായി മൂന്തി കണ്ട തെരുവ് പെണ്ണുങ്ങളെ തേടി പോകുന്ന വൃത്തികെട്ട ഒരുവനോടൊപ്പം ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യാന്ന്. ഉത്തരം മുട്ടുമ്പോ സടകുടഞ്ഞെഴുന്നേക്കുന്ന ഈ ആണത്തോണ്ടല്ലോ, അതിന് എന്നോട് വേണ്ട. അതിന് മുതിർന്ന ആ കേസിനും കൂടെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ ശരിക്കും എന്നെ പറ്റിക്കുകയായിരുന്നു. ഒരിക്കൽ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന തെറ്റിന് ഇതിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് വയ്യ. അവിടെ നിൽക്കാൻ നീ എന്താടി പറഞ്ഞത്? നിനക്കെന്നെ മടുത്തു എന്നല്ലേ? എനിക്ക് മടുത്തടി നിന്നെ. എനിക്കും മടുത്തു. ഇടി നിന്നേക്കാൾ 1000 മടങ്ങ് ബെറ്റർ അടി നീ പറഞ്ഞ തെരുവ് പെണ്ണുങ്ങള്. ഈ കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നരക ജീവിതം ഞാനും അവസാനിപ്പിക്കാൻ പോവാടി. പിടിക്കടി നിന്റെ പണ്ടാറടങ്ങി ജോയിന്റ് പെറ്റീഷൻ കൊണ്ടുപോയി കൊടുക്കടി.
ചേച്ചി ഒരു അരിശം കൊണ്ട് കിണറ്റി ചാടാൻ പറ്റൂ, 7 അരിശം കൊണ്ട് കിണറ്റിന് കയറാൻ പറ്റില്ല കേട്ടാ. ഞാൻ പോയി മാഷിനെ വിളിച്ചോണ്ട് വരട്ടെ. ഇതൊക്കെ ഇനി ഇങ്ങനെ നടക്കൂ. താണ്ടമ്മ വീട്ടിൽ പൊയ്ക്കോ. ചേച്ചി ഞാൻ വിളിക്കാം. പൊയ്ക്കോ, നാളെ വന്നാ മതി. അങ്ങനെ എന്റെ വീട്ടിൽ 2 പാരലൽ ലൈഫ് തുടങ്ങി. കോടതി നിർദ്ദേശിച്ച 3 കൗൺസിലിംഗിന് ശേഷവും ഇരു കക്ഷികളും പിരിയണമെന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇനിയുള്ള 6 മാസക്കാലം ഇരുവരും പരസ്പര ബന്ധമില്ലാതെ മാറി താമസിക്കണമെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഈ 6 മാസത്തിന് ശേഷവും വിവാഹമോചനം നേടി പിരിയുവാൻ തന്നെയാണ് കക്ഷികളുടെ തീരുമാനമെങ്കിൽ ആയത് കോടതി പരിഗണനയ്ക്കെടുക്കുന്നതാണ്. ഈ കാലയളവിനുള്ളിൽ ഇരു കക്ഷികളുടെയും സ്വത്തിലും പരസ്പരമുള്ള മറ്റ് അവകാശങ്ങളിലും വക്കീൽ മുഖേന രമ്യമായ ഒരു തീർപ്പുണ്ടാക്കണമെന്നും കോടതി ഇതിനാൽ ആവശ്യപ്പെടുന്നു. രമ്യമായ ഒരു തീർപ്പെന്ന് കോടതി പറഞ്ഞാൽ അത് നിങ്ങളുടെ ഈ തർക്കത്തിന് കൂട്ടുനിൽക്കുക എന്നല്ല അർത്ഥം. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നതാണ്. അതിന് വക്കീല് പറഞ്ഞ വഴി എനിക്ക് സ്വീകാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ സത്യനാഥൻ, മരിക്കുന്നതിന് മുമ്പ് പ്രിയയുടെ അച്ഛൻ അവരുടെ പേർക്ക് എഴുതി കൊടുത്തതാണ് ആ സ്ഥലവും വീടും. ഇപ്പൊ കാണുന്ന വീടേ എന്റെ PF നിന്നും കൂടി ലോൺ എടുത്ത് ഞാൻ ഉണ്ടാക്കിയ വീടാ. ഇപ്പോഴും അതിന്റെ പലിശ മാസാമാസം എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുക. ഇങ്ങനൊരു അവസ്ഥയില് ഒരു വാടക വീടെടുത്ത് മാറാൻ തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല. ഇനി മുതൽ ആ ലോൺ ഞാൻ അടച്ചോളാം. അയ്യേ, അതങ്ങ് കോത്താഴത്ത് പോയി പറഞ്ഞാ മതി. ഇതുവരെ ഞാൻ മുടക്കിയ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ആര് സമാധാനം പറയും? 4 മാസത്തിനുള്ളിൽ ഞാനത് തന്നു ഞൊട്ടും. ഇപ്പൊ ഈ നിമിഷം ദാ ഇവിടെ ഞാൻ മുടക്കിയ കാശ് വെക്കുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം. അല്ലാന്നുണ്ടെങ്കിലേ ഞാൻ പണിത വീടിന്റെ മുകളിൽ തന്നെ താമസിക്കാൻ എനിക്കറിയാം. ഈ തർക്കം കാണുമ്പോ നിങ്ങൾക്ക് പിരിഞ്ഞു ജീവിക്കാൻ യഥാർത്ഥത്തിൽ താല്പര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ തോന്നലൊക്കെ മാറ്റിയേക്ക് വക്കീലേ. ലോകത്തേത് വൃത്തികെട്ട പെണ്ണിന്റെ കൂടെ ജീവിച്ചാലും ഇവളുടെ കൂടെ മാത്രം ഞാൻ ജീവിക്കില്ല. അത്രയ്ക്ക് വെറുപ്പ് തോന്നാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ട സത്യനാഥ. സ്നേഹം തോന്നിയിട്ട് വേണ്ടേ വക്കീല് വെറുപ്പ് തോന്നാൻ? ജോലിയുടെ ആവശ്യത്തിനും അല്ലാതെയൊക്കെ ആയിട്ട് എത്രയോ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാ. ഒരു പ്രാവശ്യമെങ്കിലും ഹൈ മിസ് യുടാന്നൊരു മെസ്സേജ് ഇവളെനിക്ക് അയച്ചിട്ടുണ്ടോ? ദിവസവും ജോലിക്ക് പോകുമ്പോ എത്രയോ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡാ. എന്നെങ്കിലും ഒരു പ്രാവശ്യം ടേക്ക് കെയർ ഡാ എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിലേ ആ ഫേസ്ബുക്കിലേക്കൊന്ന് പോയി നോക്ക്. അവിടെ കുട്ടികൾ പറയുന്ന വാക്കുകൾ കേൾക്കണം. ഓക്കേടാ, ബൈഡാ, സീയുടാ, ഉമ്മടാ, അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഒരൊറ്റ. നിങ്ങളുടെ നശിച്ച ഒരു ഫേസ്ബുക്ക്. ഭർത്താവിന്റെ ഏത് തോന്നിവാസവും ഒരു ഘട്ടം വരെ ഭാര്യമാരെ ക്ഷമിക്കും. ആ ഒരു വലിയ മനസ്സ് സ്ത്രീകൾക്കുള്ളതുകൊണ്ടാ നിങ്ങളെ പോലെയുള്ള പല പുരുഷന്മാരും ഞെളിഞ്ഞു നിവർന്ന് നടക്കുന്നത്. ഇയാൾ എവിടെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, പക്ഷെ എന്റെ വീടിനകത്തുകൂടി കയറി ഇറങ്ങാൻ പറ്റില്ല. വേണ്ടായേ, ഞാൻ പണിത വീട്ടിനകത്തേക്ക് കടക്കാനുള്ള വഴി ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എന്തായി? ആ, ഇതിനുള്ളത് വർഷാപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ മാഷേ, ഇത് എന്ത് പണിയാണ് ഈ കാണിക്കണത്? മാഷ് മോളിലും പ്രിയച്ച് താഴെ എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ്? അതെ, നിങ്ങൾ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന ആരാ? മാഷ് ആണല്ലോ. എന്നാലേ ഇനി മുതൽ മുകളിലുള്ള ജോലി മാത്രം ചെയ്താൽ മതി. അപ്പൊ പ്രമോഷനാണോ? ആ, പ്രമോഷനാ. മാസം ഒരു 100 രൂപ അങ്ങോട്ട് കൂടുതലും തരും. മേലാൽ താഴെ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞ് പോയാ വേഗം ഇതൊക്കെ എടുത്ത് മുകളിലേക്ക് വെച്ചേ. പോ. ശമ്പളം തന്നെ പറയണല്ലേ, നമ്മൾ കേൾക്കുള്ളൂ. താങ്ക്സ് അച്ഛാ. എന്താ മോനെ? അമ്മയായിട്ട് പിണങ്ങിയപ്പോ ഞാൻ ഓർത്ത അച്ഛൻ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്ന. എനിക്കിപ്പോ 2 പേരെയും കാണാം. അങ്ങനെ അച്ഛൻ പോവുകയാണെങ്കിൽ മോനെ കൊണ്ടല്ലേ പോവൂ. 6 മാസം കഴിയുമ്പോ കോടതിയിൽ നിന്ന് ചോദിക്കും, മോൻ അച്ഛൻ്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോ എന്ന്.
അച്ഛൻ്റെ കൂടെ പോണെന്ന് പറയണേ. FBയിലേക്ക് വന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ പോവാൻ തിരക്കായോ? ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ മുകളില, ഇവിടെ ആരുമില്ല. വുമൺ ഈസ് ഫസ്റ്റ്. പിടിച്ചോ. നിങ്ങളോട് ആരെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഈ കമ്പ്യൂട്ടർ എന്താണ് മാഷെ ജീവനുണ്ടാ? അതിന്റെ മുമ്പിൽ കിടന്ന കോസ്റ്റ്യൂം കാണിക്കണത്? അത് പിന്നെ ഞാനൊരാളുമായിട്ട് സംസാരിക്കായിരുന്നു. എന്റെ ഈശോയെ, ഇങ്ങനെ തള്ളേ, നിങ്ങളുടെ പണി കഴിഞ്ഞില്ലേ? വേഗം പോവാൻ നോക്കി. ഇങ്ങോട്ടാ രാജപ്പച്ചകാണേ. ചെല്ല്. പോയോ? ബൈഡാ, സിയുഡാ. ശരി. താണ്ടമോ, അല്ല അവളെ ആരെ കാറിൽ കൊണ്ടുവിടുന്നത്? ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടു. ഓ അതോ, വളരാൻ കുത്തിക്കൊടുത്ത കൊന്നത്തടി ചെതിലെടുത്ത് പോയെന്ന് വിചാരിച്ച് അമരച്ചെടിക്ക് എവിടെയെങ്കിലും ചുറ്റിപ്പടച്ച് കയറണ്ടേ മാഷേ? ഇടച്ചും പോയപ്പോഴേ ഞാൻ എന്താണ് ചെയ്തത്? ഒരു കൊല്ലം വരെ കാത്ത് വരുതെന്ന് ഉറപ്പായിപ്പ ഞാൻ ജോസന്റെ ഒപ്പം കൂടി. ഒറ്റക്കാവുമ്പോ യാതി പെണ്ണിനും പിന്നൊരു കൂട്ടുവേണം തോന്നും മാഷേ. എന്നെപ്പോലെ ക്ഷമയില്ലാത്ത പെണ്ണുങ്ങളാകുമ്പോഴേ തീരുമാനമൊക്കെ പെട്ടെന്നാകും. ഞാൻ പോണാണ്. ഞാൻ കരുതി താണ്ടമ്മ പോയി കാണുമെന്ന്. ഇന്ന് പോലും മോളിലാണ് ഡ്യൂട്ടി. ചോറ് അവിടെ ആണെങ്കിലും കൂറ് ഇവിടെ ഇടും കേട്ടാ. മാഷ് സ്കൂളിൽ പോയി കഴിയുമ്പോ ഞാൻ വന്നിട്ട് ജോലിയൊക്കെ തീർത്ത് തന്നോളാം കേട്ടാ. അവിടെ ഇപ്പോ കുടി തുടങ്ങി കാണുമല്ലേ? അവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷ് ഇത്തിരി കുടിക്കുമെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളവരാണ് കേട്ടാ. അങ്ങനെ ഇവിടെ വന്ന് പറയാൻ ഏൽപ്പിച്ചോ? അങ്ങനെ ഏൽപ്പിച്ചാലേ താണ്ടമ്മടെ പട്ടി വന്ന് പറയും. എന്റെ പ്രിയച്ചേ, കള്ളു കുടിക്കേണ്ട പേരിൽ ഡൈവോഴ്സ് ചെയ്ത ഉള്ള കൊച്ചുങ്ങൾക്ക് തന്റെയും തള്ളയും ഇല്ലാണ്ടാവും. ഞാൻ ഭാസ്കരനോർത്ത് പറയും, മറക്കാനും പൊറുക്കാനും നമ്മ പെണ്ണുങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. അതും ഓർത്താ നല്ലത്. ഞാൻ പോയച്ചും വരാം. വേഗം ചെന്ന് കാറിന്റെ കീ എടുത്തോണ്ട് വാ. അച്ഛൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. ഈ കാറിന്റെ ലോൺ അടച്ച് വീട്ടിയതേ എന്റെ ശമ്പളത്തിന്നാ. ഇത് ഉപയോഗിക്കാൻ വേറെ ആരും വരണ്ട. പണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് ഈ കാറ് തട്ടി ഇതിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയപ്പോ അന്ന് കാശ് കൊടുത്ത് നേരെയാക്കിയത് ഞാനാ. ഇനിയിപ്പോ അത് പഴയ പോലെ തന്നെ ഇരിക്കട്ടെ.
ഹായ് ഹലോ വാവ് യെസ് ഹായ് സോറി ഇതാ, ഞാൻ ഇത്തിരി ലേറ്റ് ആയി പോയി. വന്നിട്ട് കൊറേ നേരമായോ? ഇല്ല ഇപ്പോ നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. എന്താടോ ഒന്നും മിണ്ടാത്തെ? രാത്രി ഫോൺ ചെയ്യുമ്പോ 2-3 മണിക്കൂർ നിർത്താതെ സംസാരിക്കുന്ന ആൾക്ക് നേരിട്ട് കണ്ടപ്പോ ഒന്നും പറയാനില്ല? അതോ ഫോണിലൂടെ മാത്രം മതി, നേരിട്ട് ഒന്നും വേണ്ടെന്നാണോ? ഏയ് നെവർ. ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതുകൊണ്ടാ. നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ? മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല? ഏയ് അന്നൊക്കെ ഒരുമിച്ച് നടക്കാൻ തന്നെ പേടിയാ. സത്യം പറഞ്ഞ ഞാൻ നീനയോട് സംസാരിച്ചിട്ടുള്ള പോലെയൊന്നും ഇന്നേ വരെ പ്രിയോട് സംസാരിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും? അവൾക്കിതൊന്നും പറയുന്നും കേൾക്കുന്നൊന്നും ഇഷ്ടമല്ല. ഒരിക്കൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞത് ചീത്ത വാക്കായിരുന്നു എന്നും പറഞ്ഞ് 3-4 ദിവസം എടുത്ത് മിണ്ടാതെ നടന്നതാ. അയ്യോടാ പാവം. ഏയ് പാവൊന്നുമില്ല, ഷീസ് എ ബേസ്റ്റ്. സത്യം, ഒരു പെണ്ണിനോട് തോന്നുന്നൊരു ഫീലില്ലേ, അതൊരിക്കലും എൻ്റെ ഭാര്യയോട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് തോന്നുന്നത് നീനയോട് സംസാരിക്കുമ്പോഴാണ്. ശരിക്കും യു ആർ മൈ റിയൽ വുമൺ. ശരിക്കും 100%. So sweet. എനിക്ക് വയ്യ. അർജന്റായിട്ട് കാണുന്നുണ്ട്. എന്തിനാ? അതൊരു സഹായം ചോദിക്കാനായിരുന്നു. ഇപ്പൊ ചോദിക്കാൻ തോന്നുന്നില്ല. അതെന്താടാ? ഒന്നുമില്ല, നനഞ്ഞിടും കുഴിക്കാന്നൊക്കെ പറയില്ലേ, നിനക്കങ്ങനെ ഫീൽ ചെയ്താൽ ഐ വിൽ ഫീൽ ബാഡ്. എന്നെ കുറിച്ച് അങ്ങനെയാണോടാ കരുതിയത്? യു ക്യാൻ ടെൽ മീ എനിത്തിങ്. എനിക്ക് പരിഹാരം കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഐ വിൽ വിത്ത് യു ഡാ. ഷുവർ? 100% ഷുവർ. എനിക്കൊരു 4 ലക്ഷം രൂപ വേണം. അയ്യോ, മാഷിക്കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം. പണം ശരിയാക്കി തരാൻ വേണ്ടി പറഞ്ഞതുമല്ല. വരുന്ന വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് പണം ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഞാനും അമ്മയും തെരുവിലിറങ്ങേണ്ടി വരും. ബാങ്ക് അറ്റാച്ച്മെന്റാ, വീട് വെക്കാനെടുത്ത ലോണാ. ഒരു ചില്ലി കാശ് തിരിച്ചടച്ചിട്ടില്ലെന്ന് അച്ഛൻ മരിച്ചപ്പോഴാണ് അറിഞ്ഞത്. അവസാന അവധി ഈ വ്യാഴാഴ്ച തീരും. മാഷ് വിഷമിക്കണ്ട, ഞാനും അമ്മയെ എന്തായാലും ഫേസ് ചെയ്യാൻ തീരുമാനിച്ചതാ. മാഷോട് ഇങ്ങനൊരു അടുപ്പായ സ്ഥിതിക്ക് പറഞ്ഞൂന്ന് മാത്രം. വേറെ ആരോടും പറയാനുമില്ല. വേറെ വീട് ശരിയാവുന്നവരെ ഞാനും അമ്മയും മാഷിന്റെ വീട്ടിൽ വന്ന് താമസിക്കും. അവിടുന്ന് പുറത്താക്കാണ്ടിരുന്നാ മതി. ഏയ് അതൊന്നും വേണ്ട. വൈകിട്ട് പാറമേക്കാവിന്റെ അവിടെ മരുന്ന് വരുവോ? എന്തിനാ? പൂരം കാണാനാ. അല്ല സോറി, പാറമേക്കാവ് അമ്പലത്തിന്റെ അവിടെ എന്തായാലും പറയാ, ATM കൗണ്ടർ. അവിടെ എന്റെ പേരിൽ ഒരു 75,000 രൂപ കിടപ്പുണ്ട്. അത് ഞാൻ ഇപ്പൊ തരാം. ബാക്കി വ്യാഴാഴ്ച വരെ സമയമില്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. എനിക്ക് വിശ്വസിക്കാമോടാ? സത്യനാഥൻ നുണ പറയില്ല, പ്രത്യേകിച്ച് അവന്റെ പെണ്ണിനോട്. അയ്യോ, സ്കൂളിലെത്താൻ നേരായി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഞാനും ഉണ്ട്. നിന്റെ ഡിവോഴ്സ് കഴിയട്ടെ, എന്നിട്ട് വേണം അമ്മയോട് എല്ലാം പറയാൻ. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലെങ്കിലൂടാ. ഐ ആം ഓൾവേസ് യുവേഴ്സ് ഡാ. പിന്നെ എന്താടാ? വറീസ് മാഷേ, പണ്ട് എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാ മനസ്സിലൊരു കറയായിട്ട് വെക്കരുത്. മാഷ് എന്നെ ഒന്ന് സഹായിക്കണം. എനിക്കൊരു 3 ലക്ഷം രൂപ വേണം. മാഷ് ഈ കുറി കമ്പനിയുടെ ഒക്കെ ഡയറക്ടർ ബോർഡിലുള്ള ആളല്ലേ? കുറി ഞാൻ ഏർപ്പാടാക്കാം. പക്ഷെ നാളെ തന്നെ കാശ് വേണമെന്ന് പറയരുത്. ഒരു മാസം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല ബാങ്ക് ലോൺ അപ്ലൈ ചെയ്താൽ പോരെ? നീ ഒന്ന് നാളെ ഒരു 10 മണിയാവുമ്പോഴേക്കും കാശ് തരാനുള്ള ഒരു ഏർപ്പാട് മാഷ് എങ്ങനെയെങ്കിലും ഉണ്ടാകും. ഈടായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്ത് ഈട് മാഷ് ഇത്? നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. ഒരു കാര്യം ചെയ്യാം, എന്റെ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് തന്നേക്കാം പോരെ? നിവൃത്തികേട് കൊണ്ടാ മാഷേ. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ എന്നോടുള്ള പഴയ വൈരാഗ്യം വെച്ചില്ല എന്ന് മാത്രം പറഞ്ഞേക്കരുത്. പ്ലീസ് 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 പ്ലീസ്.
ശരിയാക്കാം. ശരിയാക്കാന്ന് പറഞ്ഞാ പോരെ, ആക്കണം ആക്കണം ആക്കണം. നാളെ രാവിലെ പ്ലീസ് 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 പ്ലീസ്. അത്ര അത്യാവശ്യമായതുകൊണ്ട് പ്ലീസ് പ്ലീസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഭാസ്കരൻ, ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് ശരിക്കും മാറ്റം ഉണ്ടല്ലേ പ്രിയെ? പിന്നെ അവളിപ്പോ ശരിക്കും സാധാരണ കുട്ടികളെ പോലെയായി. അതിന്റെ ക്രെഡിറ്റ് ഭാസ്കരനാ. എല്ലാറ്റിനും അവൾക്കിപ്പോ ഭാസ്കരൻ മതി. ഈസ് റിയലി ഗിഫ്റ്റഡ്. ഇങ്ങനൊരു മകനുണ്ടായതിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാ. ശരിയാ, പക്ഷേ അച്ഛന്റെ അമ്മയുടെയും സ്നേഹവും വാത്സല്യവും ഒരുമിച്ച് അനുഭവിക്കാൻ പാവം ഭാസ്കറിന് യോഗം ഇല്ലാതെ പോയി. ഏയ് പ്രിയ, എന്താ ഇത്? ദാ. എന്തടാ? എന്റെ ബർത്ത്ഡേ കേക്ക്. ഇത്തവണ അച്ഛൻ എന്റെ ബർത്ത്ഡേ മറന്നുപോലെ. ഫോണിലെങ്കിലും വിളിക്കുന്നു കരുതി കുറെ നേരം ഞാൻ കാത്തിരിക്കുന്നു. സോറി സോറി മോനെ. ഗുഡ് നൈറ്റ് അച്ഛാ. സോറിടാ സോറിടാ. അച്ഛൻടാ ഭാസ്കര പ്ലീസ്. എന്താ ജില്ല? എന്റെ മാഷേ, നിങ്ങളിത് എവിടെയാ? ഫുൾ ടൈം ഫോണും ഇന്റർനെറ്റുമായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു. ചില്ലറ എൻഗേജ്മെന്റ്സ്. മനസ്സിലായി. ഇന്നലെ അൻവർ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹിക്ക് പോയി, ഒരു ഇന്റർവ്യൂ. അവനെ വിടാൻ നെടുമ്പാശ്ശേരി വന്നപ്പോഴാണ് മാഷിനെ വിളിച്ചു. ഒടുക്കത്തെ ബിസി. ശരി, അത് വിട്. ഇപ്പൊ വിളിച്ച കാര്യം പറയാം. ഞാനെന്ന് പറഞ്ഞ മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ. അയ്യോ, മറന്നാ? മാഷേ, അടുത്ത ആഴ്ച ജൂലിയും വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ വരുന്നോണ്ട് അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവളെയും കൊണ്ട് നേരെ മാഷിന്റെ വീട്ടിലോട്ട് വരാൻ പോണേ. ചതിക്കരുത്. സത്യനാഥൻ മാഷക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് പാലിച്ചിരിക്കും. അത് മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തായിട്ട് കാര്യം ഓക്കെ. പുള്ളി ഏതായാലും ഇപ്പൊ വിളിച്ചു തന്നായി. രാത്രി 10 മണിക്ക് ശേഷം പുലർച്ചെ വരെ പുള്ളിയെ കിട്ടില്ലല്ലോ. ബിസി അല്ലേ? എന്താ കാര്യം? മറ്റേ തന്നെ ഫോണിലൂടെയുള്ള കലാപരിപാടി. ഒന്ന് പോടാ, ഞാൻ വിശ്വസിക്കും. സത്യോടാ. ഫോൺ സെക്സോ? അങ്ങനെ ഒരു മാഷല്ലടാ. എടാ, ആ ഗഡി ആര് തന്നെയാണെങ്കിലും ദ തിങ് ഈസ് ട്രൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. ആദ്യത്തെ 1-2 പ്രാവശ്യം ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു. ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. സംഭവം കഴിഞ്ഞ് രാത്രി 12 എനിക്കൊരു 5-6 മെസ്സേജ് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ 17 വർഷത്തെ മാരീഡ് ലൈഫിൽ പുള്ളി ഇത്ര സുഖം അനുഭവിച്ചിട്ടില്ല. ഇത്ര സത്യോടാ.